പ്രിയപ്പെട്ടവരെ, യുക്തിവാദികളടക്കം ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് ജാതി. കാരണം നാം അറിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രകടിതമായും അദൃശ്യമായും നമ്മുടെ സമൂഹത്തെ എപ്പോഴും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാതി. പക്ഷേ ആ വിഷയത്തെ സമഗ്രമായി സമീപിക്കുകയോ വിമർശനപരമായി വിലയിരുത്തുകയോ ചെയ്യുന്ന നിലപാടുകൾ കേരളത്തിലെ പുരോഗമനകാരികൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറില്ല. എന്ന് മാത്രമല്ല, തെറ്റിദ്ധാരണാജനകമായ ഒട്ടേറെ വിഷയങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ടുണ്ട്. ജാതിയ, വർണ്ണം, വർഗം, ജാതി വ്യവസ്ഥ തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെ വളരെ തെറ്റായ രീതിയിലാണ് എപ്പോഴും ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് വളരെ വിമർശനപരമായൊരു സമീപനമാണ് ജാതിയെ സംബന്ധിച്ചുണ്ടാകേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലപ്പോഴും എൻ്റെ പൊതുജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചും ഈ വിഷയങ്ങൾ പറയുമ്പോൾ ആ പറയുന്നയാളെ ചാപ്പ കുത്തുക എന്ന് പറയുന്നൊരു പൊതു സ്വഭാവം നമ്മുടെ ലോകത്തുണ്ട്. എല്ലാവരും ജാതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ജാതിയെക്കുറിച്ച് പറയുമ്പോൾ പലരും വികാരഭരിതരാവുക എന്നത് വളരെ സ്വാഭാവികമാണ്. ഇത്രയും ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഒരു കത്ത് ഞാൻ ആദ്യമായാണ് എഴുതുന്നത്. ആദ്യമായി എഴുതുന്ന അവസാനത്തെ കത്ത്. ഇത് അവിവേകമായി തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക. ചിലർക്ക് ജീവിതം എല്ലായ്പ്പോഴും ഒരു ശാപമാണ്. എൻ്റെ ജനനം തന്നെയാണ് എനിക്കുണ്ടായ മാരകമായ അപകടം. വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷനാണ്. അതിന് മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. ആരുടേതാണെന്ന് എനിക്കറിയാം. രോഹിത് വെമുല എഴുതിയ അവസാനത്തെ ആദ്യത്തെ കത്താണ്. എൻ്റെ ജന്മമാണ് എൻ്റെ ശാപം എന്ന് ഇന്ത്യയിലെ മുഴുവൻ ദലിതരും പിന്നോക്കരും എല്ലാ ദിവസവും എടുക്കുന്നൊരു വാക്യമാണ്. അത്രമാത്രം ഇന്ത്യൻ സമൂഹത്തിലെ ആക്ഷേപകരമായ അപഹാസ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു ജാതിയിലെ ജനനം എന്ന് പറയുന്നത്. 2016 ജനുവരി 17 ഈ കത്തെഴുതി വെച്ച് രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുമ്പോൾ ജാതിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ മനുഷ്യനായിരുന്നില്ല രോഹിത് വെമുല. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ, സൈബോർഗുകളുടെ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ പോലും കേരളത്തിൻ്റെ അടക്കമുള്ള ക്യാമ്പസുകളിൽ ദലിത് കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്, കൊല ചെയ്യപ്പെടേണ്ടി വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയമാകേണ്ടി വരുന്ന അതിഭീകരമായൊരവസ്ഥ കേരളത്തിൽ പോലും നിലനിൽക്കുന്നു എന്നതുകൊണ്ടും കേരളം നിരന്തരം ജാതി അന്വേഷിക്കുന്നു എന്നതുകൊണ്ടുമാണ് ഈ വിഷയത്തിൻ്റെ ആമുഖത്തിലേക്ക് വരേണ്ടി വരുന്നത്. മധു, അട്ടപ്പാടിയിലെ മധു, ഒരു പിടി അരിയുടെ പേരിൽ മധു കൊലയപ്പെടുമ്പോൾ കോടികൾ കൊള്ളയടിച്ച മാന്യന്മാരാകുന്ന ഒരു സമൂഹത്തിലാണ് നാം നിൽക്കുന്നത്. മധു എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്കെല്ലാം അറിയാം. അശാന്തൻ്റെ മൃതദേഹത്തോട് പോലും അനാദരം കാണിച്ചത് എന്തുകൊണ്ടാണെന്നും, ആതിര എന്ന പെൺകുട്ടി കൊലയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും, അനീഷും കെവിനും എന്തുകൊണ്ടാണ് വധിക്കപ്പെട്ടത് എന്നും, അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്ന വേരൂർക്കടയിലെ ഒരു പെൺകുട്ടി എപ്രകാരമാണ് ഭീകരമായി വേട്ടയാടപ്പെട്ടത് എന്നും, ഏറ്റവും കൂടുതൽ നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടി കൊലയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നും ഒക്കെ നാം അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു ചെറിയ പത്രവാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന ഒരു ദുര്യോഗം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ്? ദലിതന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ നിറം തന്നെയാണ്. കറുപ്പ് ലോകത്തെമ്പാടും അപമാനകരമായ ഒരു നിറമാണ്, ഇല്ലേ? നമ്മൾ ലോകത്തിലെ ഏറ്റവും മോശമായതിനെയെല്ലാം അടയാളപ്പെടുത്തുന്നത് ഏതിൻ്റെ പേരിലാണ്? കറുപ്പിൻ്റെ പേരിൽ. കരിങ്കാലി, കരിങ്കണ്ണൻ, അല്ലേ, തുടങ്ങിയിട്ട് കരിദിനം തുടങ്ങി ഏറ്റവും മോശമായതിനെയെല്ലാം അടയാളപ്പെടുത്താൻ നമ്മുടെ ഭാഷയിൽ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കറുപ്പ് എന്നത്. കറുപ്പിനെ ന്യായീകരിക്കുന്ന പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഉണ്ട്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊക്കെയുള്ള പഴഞ്ചൊല്ല്. എന്നിട്ട് അതിൻ്റെ ചൂട്ടിൽ പറഞ്ഞുകൊണ്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ. ഇങ്ങനെ വളരെ ആസൂത്രിതമായ തലമുറകളായി കറുപ്പ് ആക്ഷേപിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, മറ്റു രാജ്യങ്ങളിൽ കറുപ്പെന്ന് പറയുന്ന വർണ്ണവ്യവസ്ഥയുടെ ഭാഗമാണെങ്കിൽ ഇന്ത്യയിലെ, കേരളത്തിൽ അത് വർണ്ണവ്യവസ്ഥയുടെ ഭാഗമല്ല, അത് ജാതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ജാതിയുടെ അടയാളമായി കറുത്തവൻ, അവൻ കറുത്തവനാണ്, അതുകൊണ്ട് അവൻ ഇന്ന സാധനമാണ് എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന ഒരു സാമൂഹ്യ ബോധം നമ്മുടെ മുന്നിൽ അന്തര്യാമിയായി വർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ഒരു
ശരാശരി മലയാളി ഇവിടെ അല്ലെ ശരാശരി ഇന്ത്യക്കാരൻ്റെ ദൈനംദിന ജീവിതം മുഴുവൻ പരിശോധിച്ച് നോക്കുക. നമ്മൾ ഏത് ജീവിതത്തിലാണ്? നമ്മൾ ജാതിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ആചാരങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിക്കളാം. ജനനം മുതൽ മരണം വരെ, മരണാനന്തരം നമ്മൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങൾ കർമ്മങ്ങളും എല്ലാം നമ്മൾ പൊതുവെ അത് മതപരം എന്ന് പറയുമെങ്കിലും അത് മതപരമല്ല, അത് ജാതിപരമാണ്. അപ്പോൾ വിവാഹം നമ്മൾ ആചാരപരമാണെന്ന് പറയുന്നു. ആചാരപരമാണ് എന്ന് പറയുന്നതിനേക്കാൾ, മതാചാരപരം എന്നതിനേക്കാൾ അത് ജാതിപരമാകുന്നതാണ് ശരി. കാരണം എന്താണ്? വിവാഹത്തിൽ കിട്ടുന്ന താലി പോലും ഓരോ ജാതിക്ക് ഓരോ വലിപ്പത്തിലാണ് താലി. അതുപോലെ അവിടെ ഓരോ ആചാരങ്ങൾ, ഇപ്പം നായർ കല്യാണം കഴിക്കുന്ന പോലെ അല്ല നമ്പൂരി കല്യാണം കഴിക്കുന്നത്, നമ്പൂരി കല്യാണം കഴിക്കുന്നതല്ല ഇഴവൻ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഓരോ ജാതികൾക്കും കല്യാണത്തിന് പ്രത്യേകമായ രീതിയുണ്ട്. കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ പരിചരിക്കുന്ന രീതിയുണ്ട്. അവരുടെ വേഷത്തിലും ഭാഷയിലും രീതിയിലും എല്ലാമുണ്ട്. അവസാനം എന്തിനു പറയുന്നു? നമ്മുടെ വ്യവഹാര ഭാഷ, നമ്മുടെ ഭാഷയ്ക്ക് ജാതിയുണ്ടോ? ഈ ജാതിയില്ല. നമ്മൾ പൊതുവേ നമ്മുടെ പുരോഗമനകാരികളൊക്കെ പറയും ഞങ്ങളൊക്കെ ജാതിക്ക് അതീതരാണ്, ഞങ്ങളൊക്കെ ജാതി അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തവരാണ്. പക്ഷേ നമ്മുടെ മലയാള ഭാഷ തന്നെ വീടുകൾക്ക് നമ്മളെന്ത് പേരിടുന്നത്? നമ്മുടെ ഒരു വലിയ IPS ഓഫീസറാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നുണ്ട്. നായർക്കല്ല വീടവൻ എവിടെയാണ് തറവാടുള്ളതെന്നൊക്കെ. ഈ തറവാടെന്ന് പറഞ്ഞത് വലിയ സംഭവമാണ് പുള്ളിയുടെ വിചാരം. തറ എന്ന് പറഞ്ഞാൽ വീട് മാത്രമേ അർത്ഥമുള്ളൂ. അതെ, അയാളാണ് ശരിക്കും തറ. അപ്പോൾ ഈ നമ്പൂതിരി വീടിന് മന എന്നാണ് പറയുന്നത്, ഇല്ലമെന്നാണ് പറയുന്നത്. നായരുടെ വീട് തറവാടാണെങ്കിൽ പട്ടികജാതിക്കാരൻ്റെ വീടിന് ചേരി അല്ലെങ്കിൽ ചാള എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാഷ തന്നെ വളരെ കൃത്യമായും ജാതിയെ അടയാളപ്പെടുത്തുന്ന ഭാഷയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ദൈനംദിനമായി ഉപയോഗിക്കുന്ന ഓരോ ഭാഷയും ഉപയോഗിച്ച് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് ജാതിയുമായി ബന്ധിതമായിട്ടുള്ള ഭാഷയാണ് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഒരു വലിയ എലൈറ്റിസം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആവുക എന്ന് പറയുന്നത് എന്തോ വലിയൊരു സംഭവമാണ്. ബ്രാഹ്മണൻ്റെയാണ് വെജിറ്റേറിയൻ. ബ്രാഹ്മണൻ എന്ന വെജിറ്റേറിയൻ ആയെന്നൊക്കെ ഉള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പം വെജിറ്റേറിയൻ ആവുക എന്ന് പറഞ്ഞാൽ അതെന്തോ എലൈറ്റ് ക്ലാസിൻ്റെ സവർണജാതിയുടെ ഉന്നതകുല ജാതൻ്റെ എന്തോ ഒരു പ്രത്യേകതയാണ് എന്നും, ഇറച്ചി തിന്നുന്നതും അല്ല മറ്റു ആഹാരം കഴിക്കുന്നതും അല്ലെങ്കിൽ മീൻ കഴിക്കുന്നതും ഒക്കെ എന്തോ മോശമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ഒരു വ്യവഹാരം നമ്മുടെ സമൂഹത്തിൽ അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഒന്നും ചരിത്രപരമായ യാതൊരു പ്രാധാന്യമില്ല. ഋഗ്വേദം പരിശോധിച്ചാൽ ബ്രാഹ്മണർ കുതിരയെയും പശുവിനെയും വെട്ടി കീറി വെന്തു വേവിച്ച് കള്ളുകൊണ്ട് അപ്പം ഉണ്ടാക്കി ഇറച്ചി അപ്പോട് തിന്നുന്നത് ധാരാളം വർണ്ണനകൾ ഋഗ്വേദത്തിലുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളൊക്കെ എന്താണ് വളരെ ഇതായിട്ടുള്ള ആര്യാന്ന്. ഈ ആഹാരത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ വശം പറയുന്നത് ആഹാരം എന്ത് കഴിച്ചാലും ശരീരം സ്വീകരിക്കുന്നത് അതിൻ്റെ എലമെൻറ്റുകളായിട്ടാണ് സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് ഈ പറയുന്ന ആഹാരത്തിലൊരു വരേണ്യത കൽപ്പിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു ജാതിബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ സാമൂഹിക ബോധം തന്നെയാണ്. ഇനി നമ്മൾ വിവാഹം നോക്കുക. വിവാഹത്തിലാണ് നമ്മൾ ജാതിയെ നിലനിർത്താൻ വളരെ കൃത്യമായ ആസൂത്രിതമായ പദ്ധതികൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. വിവാഹത്തിൽ എന്താണ് നമ്മുടെ വിവാഹ സമ്പ്രദായങ്ങൾ? എൻഡോഗമിയെ, സഗോത്ര വിവാഹത്തെ നിലനിർത്തുന്നതാണ്. സഗോത്ര വിവാഹം എന്ന് പറഞ്ഞാൽ ഓരോ ജാതിക്കും ആ ജാതിയും അതിൻ്റെ ഉപജാതിയും അനുസരിച്ച് മാത്രമേ വിവാഹങ്ങൾ ആലോചിക്കാറ്. പക്ഷേ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പുരോഗമനകാരികളാണ്, യാതൊരു സംശയമില്ല. പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ജാതി ആചാരവും അനുഷ്ഠാനങ്ങളും തീണ്ടലും തൊടിയിലൊന്നും ഇല്ല. പക്ഷേ വിവാഹം വരുമ്പോൾ വളരെ കൃത്യമായി വളരെ ആസൂത്രിതമായി സ്ത്രീ ആയാലും പുരുഷനായാലും നീ ജാതിയുടെ രീതികൾ, ജാതിയുടെ സമ്പ്രദായങ്ങൾ, ഉപജാതി സമ്പ്രദായങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ജാതി നടത്താം. അതുകൊണ്ട് തന്നെയാണ് ജാതിക്ക് പുറത്ത് വിവാഹം നടത്തുന്നവരെ, മിശ്ര വിവാഹം കഴിക്കുന്നവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഒളിച്ചോട്ടക്കാരെന്നാണ്, അല്ലെങ്കിൽ കുലംകുത്തികളെന്ന് പറയാം. കാരണം എന്തിനാ ഒളിച്ചോടുന്ന്? അവരെങ്ങോട്ടാണ് ഒളിച്ചോടിയത്? ഇപ്പം ഞങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒളിച്ചോടി വരാമെന്ന് പറയാം. നമ്മൾ ഓരോരുത്തരോട് ഓടിയൊന്നുമില്ല, നമ്മൾ കല്യാണം കഴിച്ച് വീട്ടിലോട്ടാണ് വന്നത്. പക്ഷേ അവർ കല്യാണം കഴിച്ച് ഒളിച്ചോടി പോയവരാണ്, അല്ലെ കുലംകുത്തികളാണ് എന്ന് പറയാറുണ്ട്, കുലദ്രോഹികളാണ്. അങ്ങനെ കുലദ്രോഹി ആകാതിരിക്കാനാണ് പെണ്ണിന് പട്ടും വളയും മാലയും പൊന്നും എല്ലാം കൊടുത്തിട്ട് നീ ഒരു കുലസ്ത്രീയായി വാഴണമെന്നാണല്ലോ എല്ലാവരും സ്മൃതികളും മാത്രമല്ല നമ്മുടെ പിതാക്കന്മാരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. അത് ജാതിക്കകത്ത് നിൽക്കുന്നവർ, ജാതിക്ക് പുറത്ത് നിൽക്കുന്നവർ, അഭിമാനിക്കുന്നവരെല്ലാം തന്നെ വളരെ കൃത്യമായി ഈ വിവാഹത്തെ സംബന്ധിച്ച് ഈ രീതിയിൽ ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജാതിയെ നിലനിർത്തുന്നത് ഈ സഗോത്ര വിവാഹമാണ് എന്നതുകൊണ്ട് തന്നെ സംഘട ജാതികളെല്ലാം തന്നെ സഗോത്ര വിവാഹത്തിനെതിരാണ് എന്നും അതിനെതിരായിട്ട് വിവാഹം കഴിക്കുന്നവരൊക്കെ തന്നെ ഔട്ട്കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്നതിൻ്റെ അർത്ഥം ജാതി എത്രമാത്രം നമ്മൾ പ്രണയിക്കുന്നു എന്നതാണ്. അതുപോലെ ഇനി മരണം.
നമ്മൾ മരണത്തിൽ ആചരിക്കുന്ന ആചാരങ്ങൾ മതപരമായ ആചാരങ്ങളാണോ? അല്ല, അതെല്ലാം ജാതീയമായ ആചാരങ്ങളാണ്. കാരണം സ്വർഗത്തിലും ജാതികൾക്കാണ് സ്വർഗമുള്ളത്. നമ്മൾ പറയുമ്പോൾ മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ബ്രാഹ്മണൻ മരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മമല്ല ഈഴവ മരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മം. അതല്ല ക്രിസ്ത്യാനി ചെയ്യുന്ന, ക്രിസ്ത്യാനിൽ ഒരു വിഭാഗം ചെയ്യുന്നവരല്ല വേറൊരു വിഭാഗം ചെയ്യുന്നത്. ഈ ജാതി എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിന് മാത്രം പ്രശ്നമല്ല കേട്ടോ, അതിലേക്ക് പിന്നെ വരാം. എല്ലാ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള നിലനിൽക്കുന്ന എല്ലാ മതങ്ങളിലും ജാതിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മരണത്തിൽ പോലും നമ്മൾ ആചരിക്കുന്നവ ജാത്യാചാരങ്ങളാണ്. ഇനി ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹീനമായ ജോലികൾ. നമ്മൾ വിചാരിക്കുന്ന മീൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ജോലികൾ. ഈ മോശമായ ജോലികളെല്ലാം ആരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്? നമ്മളെപ്പോഴും അറിയാം, അധസ്ഥ വിഭാഗങ്ങളെ കൊണ്ടാണ് ജോലി ചെയ്യിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും സ്കാവഞ്ചേഴ്സ് ഉണ്ട്. 13 ലക്ഷം മലം കോരുന്ന മനുഷ്യരുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും. ആരാ ചെയ്യുന്നത്? ഈ മലം കോരുന്ന മനുഷ്യരെല്ലാം പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ടവരാണ്. ഇന്ത്യൻ റെയിൽവേയിലെ 1,40,000-ലേറെ സ്കാവഞ്ചേഴ്സ് ഉണ്ട്. അതിലൊരു ബ്രാഹ്മണനോ നമ്പൂരിയോ ഒരു നായരോ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വളരെ കൃത്യമായും നമ്മുടെ തൊഴിൽ മേഖലകളടക്കം ആസൂത്രിതമായി അടയാളപ്പെടുത്തുന്നത് ഈ ജാതിയാണെന്നതുകൊണ്ട് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ഒരു ജാതി ജീവിതമാണ് നയിക്കുന്നത് എന്ന കാര്യമാണ് ഒന്നാമത്തെ സത്യം. ഇനി ഈ ജാതി എങ്ങനെയാണ് ഒരു സമൂഹത്തെ അടയാളപ്പെടുത്തുന്നതിൽ ബാധിക്കുന്നത്? സവർണനെ സംബന്ധിച്ച് ജാതി എന്ന് പറയുന്നത് ഒരന്തസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സമൂഹത്തിൽ ജാതി പേര് വെക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു കാലത്ത് നമ്മുടെ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന കാലത്ത് ഈ ജാതി പേര് വെക്കുന്നത് ഉപേക്ഷിച്ച ഒരു കാലഘട്ടം. മന്നത്ത് പത്മനാഭ പിള്ള അല്ലേ, AK ഗോപാലനൊക്കെ തന്നെ അവരുടെ പേരിൻ്റെ അറ്റത്ത് ജാതി വെട്ടിക്കളഞ്ഞ് പുരോഗമനകാരികളായിട്ട് വന്നതാണെങ്കിൽ ഇന്ന് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ജാതി പേര് വെക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതനാണ് എന്നത് സാമൂഹ്യ അന്തസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. അതേസമയം ഒരു അവർണനെ സംബന്ധിച്ച്, കറുത്തവരെ സംബന്ധിച്ച് ഇത് ഡീഹ്യൂമനൈസേഷൻ്റെ അപമാനവീകരണത്തിൻ്റെ അടയാളമാണ്. എത്രയോ പേര് എത്രയോ സമൂഹങ്ങളിൽ എത്രയോ സദസ്സുകളിൽ കറുത്തവനാണ് എന്നതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ നേരിട്ട് അനുഭവിച്ചുള്ള ഒരാളല്ല, മനസ്സിലാക്കപ്പെട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സവർണന് ജാതി എന്ന് പറയുന്നത് ഒരു അന്തസ്സാണെങ്കിൽ അവർണനെ സംബന്ധിച്ച് അവൻ്റെ സാമൂഹിക അപഭ്രംശത്തിൻ്റെ അല്ലെങ്കിൽ ഡീഹ്യൂമനൈസേഷൻ അപമാനവീകരണത്തിൻ്റെ ഉദാഹരണമാണത്. അതുപോലെ ഇന്ത്യയിലെ തൊഴിൽ മേഖല എടുത്താൽ, എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ എല്ലാ കണക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. എല്ലാ മേഖലയിലെയും തൊഴിൽ ജാതി തിരിച്ചുള്ള തൊഴിലിൻ്റെ കണക്ക് ഉണ്ട്. ഇന്ത്യയിൽ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ ജോലികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നെങ്കിൽ ഏറ്റവും ഉന്നതമായ മേഖലകളൊക്കെ തന്നെ സവർണർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നവയാണ്. എൻ്റെ കണക്ക് ഞാൻ പിന്നീട് പറയാം. അതുപോലെ ഈ തൊഴിൽ മേഖലയും സർക്കാർ മേഖലയിലുമൊക്കെ തന്നെ ഈ ആധിപത്യം സവർണർ നിലനിർത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ആധിപത്യം ഈ വിഭാഗത്തിനാണ്. ഇതൊക്കെ കണക്കുണ്ട്, കണക്കില്ലാതെ എല്ലാം പറയുന്നത്, ദേശീയമായ കണക്ക് വെച്ചാൽ പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ആധിപത്യം ഇന്ത്യയിലെ സവർണർക്കാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ആധിപത്യവും അവർക്കാണ്. ഇത് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ കണക്ക് വെച്ച് നോക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ബോധ്യപ്പെടുന്നില്ല എങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതൃത്വത്തിൻ്റെയും ഓരോ ഭരണകൂടത്തിലെയും നേതൃത്വത്തിൻ്റെയും ജാതി തിരിച്ചുള്ള കണക്കെടുക്കുമ്പോൾ മനസ്സിലാവുന്നത് സാമ്പത്തികാധിപത്യം ഏതൊരു വിഭാഗത്തിനാണോ ആ വിഭാഗത്തിന് തന്നെയാണ് രാഷ്ട്രീയ ആധിപത്യം ഉള്ളത് എന്നാണ്. അപ്പോൾ ജാതി സവർണനെ സംബന്ധിച്ച് അന്തസ്സിൻ്റെയും ഉന്നതമായ ജോലിയുടെയും സാമ്പത്തിക ആധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരത്തിൻ്റെയും ഭാഗമാണെങ്കിൽ അവർണനെ സംബന്ധിച്ച് അപമാനത്തിൻ്റെയും മ്ലേച്ഛമായ തൊഴിലിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പര്യായമായി ജാതി മാറുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ചെറിയ കണക്ക് പറയാം. ഇന്ത്യയിലെ ഭൂമിയുടെ കണക്ക്. ഇന്ത്യയിലെ മുന്നോക്ക ജാതികൾ 15%. 15% മുന്നോക്ക ജാതികളിലാണ് ഇന്ത്യയുടെ ഭൂമിയുടെ 94% ഇരിക്കുന്നത്. 57% വരുന്ന ഇന്ത്യയിലെ പിന്നാക്കരുടെ കയ്യിൽ ഇന്ത്യയിലെ ഭൂമിയുടെ 4%ആണുള്ളത്. പട്ടികജാതി പട്ടികവർഗം 25% ഉണ്ട്, അവരുടെ കയ്യിലിരിക്കുന്നത് 1% ഭൂമിയാണ്. മനസ്സിലായാലും ഇന്ത്യയുടെ രാഷ്ട്രീയാധിപത്യം എങ്ങനെ വന്നു എന്നുള്ളത്. പണിയെടുക്കാത്ത സവർണൻ്റെ കയ്യിൽ 94% ഭൂമി ഇരിക്കുമ്പോൾ അവിടെ കൂലിപ്പണിക്കാരനോ അടിമപ്പണിക്കാരനോ ആയിട്ടുള്ള പട്ടികജാതിക്കാരൻ്റെ കയ്യിൽ 1% ഭൂമിയാണ് ഇരിക്കുക. ദേശീയ കണക്കാണ്. തൊഴിൽ മേഖലയിൽ 87% തൊഴിൽ മേഖല സവർണ വിഭാഗങ്ങൾ കൈവശം ചെയ്യുമ്പോൾ പിന്നോക്ക വിഭാഗത്തിൻ്റേത് 7%, പട്ടികജാതി പട്ടികവർഗത്തിൻ്റേത് 5%.
സർക്കാർ ജോലിയിലെ 89% മുന്നോക്ക വിഭാഗങ്ങൾ, 15% മാത്രം വരുന്ന മുന്നോക്ക വിഭാഗങ്ങൾ 84% സർക്കാർ ജോലി കൈകാര്യം ചെയ്യുമ്പോൾ പിന്നോക്ക വിഭാഗത്തിൻ്റെ 0.8%. 1% പോലും ഇല്ല. ദേശീയ കണക്കാട്ടോ. കേരളത്തിൽ വരുമ്പം ഈ കണക്കിലൊക്കെ വ്യത്യാസം വരും. ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ കയ്യിൽ സംവരണം ഉള്ളതുകൊണ്ട് കിട്ടിയത് 10.2%. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പത്തികാധിപത്യം രാഷ്ട്രീയാധിപത്യം എങ്ങനെ വന്നെന്നുള്ളത്. ഭൂമിയാണ് ജാതിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ആ ഭൂമിയുടെ അധികാരം ആരുടെ കയ്യിലാണോ ആ ഭൂ അധികാരം ഉള്ളവൻ്റെ കയ്യിലാണ് സാമ്പത്തിക ആധിപത്യം. ആ ആധിപത്യം ഉള്ളവർ തന്നെയാണ് ഭരണാധികാരം. അതുകൊണ്ട് ഇന്ത്യയിലെ ഉന്നത ജോലി സാധ്യതകളുള്ള മേഖലകൾ ഇതാ ഒരു 1-2 ചെറിയ കണക്ക് പറയാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽ 55% ബ്രാഹ്മണരാണ്. ഇന്ത്യയിലെ ഗവർണർമാരിൽ 48%, അംബാസഡർമാരിൽ 41%, സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ 73%, IAS IPS 72%, ലോക്സഭാംഗങ്ങൾ 37% ഇന്ത്യയിൽ ബ്രാഹ്മണരാണ്. അവരെത്ര ശതമാനമുണ്ട്? 3%. ഇന്ത്യൻ ജനസംഖ്യയിൽ 3% വരുന്ന ഇന്ത്യയിലെ ബ്രാഹ്മണരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അത്യുന്നത പദവികൾ മുഴുവൻ വഹിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ കണക്കുണ്ട്, പ്രസിഡന്റിൻ്റെ ഓഫീസിലെ കണക്കുണ്ട്, ഉപരാഷ്ട്രപതിയുടെ ഓഫീസിലെ കണക്ക് എൻ്റെ സമ്മർദ്ദ രാഷ്ട്രീയം എന്നുള്ള പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ആ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളാരും ഉണ്ടാക്കിയ കണക്കല്ല, ദേശീയ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള കണക്കുകളോ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കിയ കണക്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ 3% പോലും വരാത്ത ബ്രാഹ്മണ വിഭാഗങ്ങൾ ഇന്ത്യയിലെ തൊഴിലിൻ്റെയും ഇന്ത്യയുടെ ഭൂമിയുടെയും ഭൂരിപക്ഷം മേഖലയെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്നതാണ്. ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് എന്ന് അംഗീകരിക്കുന്നുവോ അന്ന് മാത്രമേ ജാതിക്കെതിരായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ ഉണ്ടാക്കാൻ കഴിയൂ. ജാതി ഒരു ബോധമാണ്, സാമൂഹ്യ ബോധമാണ്, മനസ്സ് മാറേണ്ട കാര്യമാണെന്നൊക്കെ പറയാൻ ചുമ്മാതെയാണ്. അങ്ങനെയൊന്നുമല്ല. ജാതി വളരെ കൃത്യമായും ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുക. കാരണം ജാതി നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ, ജാതിയുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഭരണകൂടവും മേലാളവർഗവും ഒരേപോലെ എരിച്ചു വരികയും സംവരണത്തിൻ്റെ പ്രശ്നം എവിടെയെങ്കിലും ഉന്നയിക്കപ്പെടുമ്പോഴൊക്കെ തന്നെ സംവരണത്തിനെതിരായി അതിഭയങ്കരമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷം വരുന്ന സവർണ വിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജാതി വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ജാതിയെ സംബന്ധിച്ച അതിൻ്റെ കണ്ടിന്യൂഷൻ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറയാം. ജാതിയെ സംബന്ധിച്ച കുറേ സിദ്ധാന്തങ്ങളുണ്ട്. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള കുറേ സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊന്ന് ജായതേ ഇതി ജാതി, ജാതി ജന്മമാണ് എന്നത് ഇതാണ്, ഒരു സൂത്രവാക്യമാണ്, അല്ലെങ്കിൽ ഒരു സൂത്രമാണ്, സ്മൃതിയാണ്. ജായതേ ഇതി ജാതി ശരിയാണ്. നമ്മളാരും വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല നമ്മൾ ജാതിയിൽപ്പെടുന്നത്. ജന്മം കൊണ്ടാണ് ജാതി ഉണ്ടാവുന്നത്, കർമ്മം കൊണ്ടാണെന്നൊക്കെ വലിയ താത്വികന്മാർ വിവേകാനന്ദനെ അല്ലാത്തൊരു വേദങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് വളരെ ആദർശപൂർവ്വം 1.5 മണിക്കൂർ നീണ്ടു നിന്ന പ്രഭാഷണങ്ങളിലൂടെ ഗീതാകാരന്മാരൊക്കെ പറയാറുണ്ട്, എന്താണ് കർമ്മം കൊണ്ടാണ് നമ്മൾ ജാതിയിൽപ്പെടുന്നത്, നല്ല കർമ്മം ചെയ്ത് സൽക്കർമ്മം ചെയ്യുന്നവനൊക്കെ ബ്രാഹ്മണർ, മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നവരല്ല ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. അത് വെറും പച്ച നുണയാണ്. ജാതി ജന്മം കൊണ്ടാണ് നമുക്ക് ജാതിയിൽ, ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ എൻ്റെ ജാതി വരുന്നത്, നിങ്ങൾ ആരും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ജാതിയിൽ വരുന്നത്. അത് മാറാനും പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് മതം മാറാം, പക്ഷേ നമുക്ക് ജാതി മാറാൻ പറ്റില്ല. അതാ ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഇത് ക്രിസ്ത്യാനിക്ക് ഹിന്ദുവാകാം, ഹിന്ദുവിന് ക്രിസ്ത്യാനിയാകാം, പക്ഷേ ക്രിസ്ത്യാനി ആയാലും അല്ലെ ക്രിസ്ത്യാനി നേരെ ഹിന്ദു ആയാലും അവൻ്റെ അതേ ജാതിയിലേക്ക് വരത്തുള്ളൂ. ഹിന്ദു പുലയൻ ക്രിസ്ത്യാനി ആയാൽ ക്രിസ്ത്യൻ പുലയനാകാമെന്നല്ലാതെ അവന് ക്രിസ്ത്യൻ ജാക്കോബേറ്റോ ക്രിസ്ത്യൻ ഓർത്തഡോക്സോ ക്രിസ്ത്യൻ കത്തോലിക്കനോ ആക്കാൻ പറ്റില്ല. ഭരണഘടന സമ്മതിക്കത്തില്ല, നമുക്കങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ വളരെ കൃത്യമായും ജാതികൾ ജനിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ സിദ്ധാന്തം. രണ്ടാമത് നമ്മൾക്ക് വളരെ കൃത്യം, നമ്മുടെ വേദികളിൽ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം പ്രസംഗിച്ച് കുളവാക്കിയ ഒരു സാധനമുണ്ട്, ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യം ജാതിയല്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുന്നത് അത് വർണ്ണ വ്യവസ്ഥയാണ്, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭാഗങ്ങളാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും വർണ്ണ വ്യവസ്ഥയിൽ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഇത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിഭജനമാണ്. ആ സാമൂഹ്യ വിഭജനത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികക്കാരോ പിന്നോക്കരോ പെടുന്നില്ല. കാരണം ബ്രാഹ്മണൻ ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ശൂദ്രൻ എന്ന് പറയുന്ന നായർ കഴിഞ്ഞ് താഴേക്ക് വരുന്ന വിഭാഗങ്ങൾ, ഈഴവനടക്കം കമ്മാളിനടക്കം പുലിയ പറയാ വിഭാഗങ്ങളടക്കം ഇന്ത്യൻ ജനസംഖ്യയുടെ 80%-ലേറെ, കൃത്യമായിട്ട് 85% വരുന്ന ജനവിഭാഗങ്ങൾ ചാതുർവർണ്ണത്തിൽ പെടുന്നവരല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചാതുർവർണ്ണം ജാതിയാവുക? ചാതുർവർണ്ണം ജാതിയല്ലാത്ത നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ ജാതികളും ഉപജാതികളുമായി 80,000-ലേറെ വിഭാഗങ്ങളുണ്ട്. പഞ്ചമർക്കിടയിലും സവർണർക്കിടയിലുമുണ്ട്. അപ്പം വർണ്ണമല്ല ജാതി,
വർണ്ണം ജാതിയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് ബോധപൂർവമായി തമസ്കരിക്കുക, ജാതീയ പ്രശ്നങ്ങളെ തമസ്കരിക്കാനുള്ള ഒരു അടവ് മാത്രമാണ്. ഇപ്പം ക്ഷത്രിയൻ്റെ കർമ്മം ഇന്നതാണ്, വൈശ്യൻ്റെ കർമ്മം ഇന്നതാണ്, ശൂദ്രൻ്റെ കർമ്മം ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി പഞ്ചമജാതികളെ, ചണ്ടാളരെ, പുരാണങ്ങളിൽ പറയുന്ന ഒട്ടേറെ പേരുണ്ട്, ദസ്യുക്കള്, ദാസന്മാര്, കിന്നരന്മാര്, യക്ഷന്മാര്, അസുരന്മാര്, രാക്ഷസന്മാര് എന്നെല്ലാം പറയുന്ന വിഭാഗങ്ങൾ ഈ ചാതുർവർണ്ണത്തിൽപ്പെടാത്ത ആളുകളാണ്. അപ്പോൾ ഈ ചാതുർവർണ്ണത്തിൽപ്പെടാത്ത ആളുകൾക്ക് ഏറ്റവും മ്ലേച്ഛമായ പേരായിട്ടിരിക്കുന്നത്, ഏറ്റവും മോശമായ പേരായിട്ടിരിക്കുന്നത്, ആ പേരിട്ടിട്ട് ഓരോ ദൈവങ്ങളും അവതരിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ ദൈവങ്ങളും അവതരിക്കുന്നത് ഇവരെ കൊല്ലാൻ വേണ്ടിയാണ്. ഈ അസുരനെ കൊല്ലാൻ, ഈ രാക്ഷസനെ കൊല്ലാൻ, അല്ലേ? നമ്മുടെ പുരാണങ്ങളിൽ പറയും രാവണൻ രാക്ഷസനാണ്. പക്ഷേ രാവണൻ ചെയ്ത കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയത്തില്ല. എന്തിനാണ് ഈ ദൈവങ്ങളെല്ലാം ആയുധമായിട്ട് ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ദൈവങ്ങളെല്ലാം കൊല്ലാനുണ്ടാകുന്നവരാണ്. ആരെ കൊല്ലാൻ? ഈ അസുരന്മാരെയും കിന്നരന്മാരെയും അല്ലെങ്കിൽ ഗന്ധർവന്മാരെയും ഈ പറയുന്ന ദസ്യുക്കളെയും ദാസന്മാരെയും എല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന പുരാണ കഥകളിൽ പോലും വളരെ ബോധപൂർവ്വം അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പം വർണ്ണവും ജാതിയും എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ മറ്റൊന്ന്, ജാതി എന്ന് പറയുന്നത് എന്താണ് ജാതി? പരസ്പരം ഇഴുകിച്ചേരാൻ അനുവദിക്കാത്ത സുസ്ഥിരവും നിശ്ചിതവുമായ മനോബോധമാണ് ജാതി എന്ന് പറഞ്ഞാൽ, രണ്ടു മനുഷ്യർ തമ്മിൽ ഒന്നിച്ചിരിക്കാൻ പാടില്ല, അവരൊന്നിച്ച് ജീവിക്കാൻ പാടില്ല, അവർ പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല എന്ന് നമ്മുടെ മാനസിക ബോധത്തിലേക്ക്, നമ്മുടെ ബോധത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു ധാരണയാണോ, വിശ്വാസമാണോ, ബോധമാണോ, അതാണ് ജാതി. ഈ ബോധത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നവനെ തൊടാൻ പാടില്ല, ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നവനെ തൊടാൻ പാടില്ല, അല്ല അവൻ്റെ അടുത്തിരിക്കാൻ പാടില്ല, അവൻ എൻ്റെ അടുത്ത് നിന്ന് ഇത്ര അടി മാറി നിൽക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന ബോധമാണ് ജാതി. ആ ജാതി ബോധത്തിന്മേൽ പണിതെടുത്തിരിക്കുന്ന മേൽക്കീഴ് വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. അപ്പോൾ ജാതി വ്യവസ്ഥ ഒന്നല്ല, അതേ പറഞ്ഞതിനർത്ഥം. ജാതി ഒരു ബോധമാണ് എങ്കിൽ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സോഷ്യൽ അനാട്ടമിയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നും നിലനിൽക്കുന്നതും നാളെയും നിലനിൽക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതൊരു കീഴ്മേൽ വ്യവസ്ഥയാണ്. ഈ കീഴ്മേൽ വ്യവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയാമോ? മുകളിലിരിക്കുന്നവൻ താഴെ ഇരിക്കുന്നവനെ ചവിട്ടും, ആ താഴെ ഇരിക്കുന്നവൻ അതിൻ്റെ താഴെ ഇരിക്കുന്നവനെ ചവിട്ടും, അതിൻ്റെ താഴെ ഇരിക്കുന്നവൻ അവൻ്റെ താഴേക്ക് ചവിട്ടും. ഈ ചവിട്ട് കൊള്ളുന്നവൻ ഓരോരുത്തരും മുകളിലിരിക്കുന്നവനെ നമസ്കരിക്കും. ഇതാണ് നമ്മുടെ ജാതി വ്യവസ്ഥയുടെ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് കണ്ടാലും നമുക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാകും. തൊഴിക്കുകയും തൊഴി കൊള്ളുകയും ചെയ്യുന്ന, എന്നാൽ തൊഴിക്കുന്നവനെ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വളരെ സരസമായ ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ജാതിയും വർണ്ണവും മുമ്പ് ഞാൻ പറഞ്ഞു. ഒക്കെ വളരെ ബോധപൂർവം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട്. രൂപത്തിൽ ജാതിയായിരിക്കുന്നത് ഉള്ളടക്കത്തിൽ വർഗമാണെന്നൊക്കെ പറയുന്നത് വെറും കാപട്യമാണത്. നമ്മുടെ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് അവർ ജാതിയെ അഭിസംബോധന ചെയ്യുന്നതിലും ജാതിയെ വിലയിരുത്തുന്നതിലും ജാതി വിരുദ്ധമായ ഒരു സമരത്തെ നിയന്ത്രിക്കുന്നതിലുമൊക്കെ അവർക്കുണ്ടായിട്ടുള്ള ഒട്ടേറെ അപജയങ്ങളുടെ ഭാഗമാണ് EMS പോലുള്ള ആളുകൾ തൻ്റെ സവർണ ബോധത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായും ജാതി പ്രശ്നത്തെ അവഗണിക്കുന്ന ഒരു രൂപമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് രൂപത്തിൽ ജാതിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളടക്കത്തിൽ വർഗമാണെന്ന്. തെറ്റാണ്. കാരണം എന്താണ് വർഗം? ഇപ്പം യൂറോപ്യൻ കാഴ്ചപ്പാടിൽ നിന്ന് ഉയർന്നു വന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ബോധം അല്ലെങ്കിൽ മാർക്സിയൻ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഹൊറിസോണ്ടൽ വ്യവസ്ഥയാണ് ജാതിയെങ്കിൽ വർഗമെന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലാണ്, അടുക്കി നമ്മൾ കട്ട കെട്ടുകല്ലേ, കട്ട കെട്ടുന്ന പോലെ ഒരു കട്ടയ്ക്ക് മേൽ മറ്റൊരു കട്ട, അതിന്മേൽ മറ്റൊരു കട്ട, അതിന്മേലൊരു കട്ടയായിട്ട് ഇങ്ങനെ കെട്ടിപ്പടുത്ത് പോകുന്ന 80,000-ലേറെ വരുന്ന ജാതിക്കട്ടകളാണ് നമ്മുടെ ഏത് വ്യവസ്ഥ എന്ന് പറയുന്നത്? ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജാതി വ്യവസ്ഥ ഒരു സാമൂഹിക വ്യവസ്ഥയാണ്, അതൊരു പൊളിറ്റിക്കൽ വ്യവസ്ഥയാണ്, ആ സമയം ഒരു എക്കണോമിക് വ്യവസ്ഥയല്ല. എന്നാൽ വർഗമെന്ന് പറയുന്നത് വളരെ വെർട്ടിക്കലായ, വെട്ടിമുറിച്ച് നേരെ നെടുകെ വെട്ടിമുറിച്ചു സാധനം മുതലാളി തൊഴിലാളി, ഉള്ളവൻ ഇല്ലാത്തവൻ, ചൂഷകൻ ചൂഷിതൻ എന്ന് പറയുന്നൊരു വ്യവസ്ഥയാണ്. അത് സോഷ്യലല്ല, അത് ഫിനാൻഷ്യലാണ്, സാമ്പത്തിക അടിത്തറയിലാണ്. അപ്പോൾ സാമ്പത്തിക അടിത്തറയിൽ വെട്ടിമുറിക്കപ്പെട്ട ഹൊറിസോണ്ടലായിട്ടുള്ള വർഗവ്യവസ്ഥയെയും വെർട്ടിക്കലായ വർഗവ്യവസ്ഥയെയും ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയെയും താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ബോധത്തിൽ നിന്നുണ്ടായ, വളരെ ബോധപൂർവമായി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണത്. അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇതാണ് മുമ്പേ പറഞ്ഞത്. ഈ ജാതിയെക്കുറിച്ചുള്ള നമ്മുടെ പല സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും പലപ്പോഴും നമുക്ക് കൂടുതൽ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് തെറ്റാണെന്നാണ്. മറ്റൊന്നും വളരെ പ്രബലമായ ഒന്നാണ്, തൊഴിലധിഷ്ഠിതമാണ് ജാതി. ജാതി എങ്ങനെ ഉണ്ടായി? എല്ലാവരും ഇവ പൊതു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ യാതൊരു മടിയില്ലാത്ത തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി. 100% തെറ്റാണ്.
അങ്ങനെയാണ് തൊഴിൽ മാറുമ്പോൾ ജാതി മാറണ്ടേ? തൊഴിൽ മാറുമ്പോൾ ജാതി മാറണ്ടേ? എവിടെയെങ്കിലും ജാതി മാറിയോ? പുലയൻ കളക്ടർ ആയതുകൊണ്ട് അവരെ ജാതി ഇല്ലാതായോ? ബ്രാഹ്മണൻ ചെരിപ്പൂത്തി ആയതുകൊണ്ട് ബ്രാഹ്മണൻ്റെ ജാതി ഇല്ലാതായോ? തൊഴിലെന്ന് പറയുന്നത് എല്ലാ സമുദായത്തിലും മതത്തിലും ജാതി പരിവർത്തിക്കുന്നത് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുടെയും ബ്രാഹ്മണർക്കിടയിൽ ജാതി എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയിലെ ബ്രാഹ്മണർക്കിടയിൽ 100-ലേറെ ജാതികളുണ്ട്. പരസ്പരം തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത ജാതികളുണ്ട്. കേരളത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണനില്ല. നമ്മളല്ല കേരളത്തിലെ നമ്പൂതിരിയെ ബ്രാഹ്മണനാക്കുന്നവർ. നമ്മുടെ എഴുത്തുകാരല്ല ഇങ്ങനെ ചുമ്മാ കൊട്ടത്താപ്പനം കൂടെ. കേരളത്തിൽ ബ്രാഹ്മണരില്ല, കേരളത്തിൽ നമ്പൂതിരിയുള്ളത്. കേരളത്തിലെ നമ്പൂതിരിയും തമിഴ്നാട്ടിലെ നമ്പൂതിരിയും തമ്മിൽ ബന്ധമില്ല. നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ നമ്പൂതിരിയുടെ ആഹാരമല്ല തമിഴ്നാട്ടിലെ നമ്പൂതിരിയുടെ ആഹാരം. കേരളത്തിലെ നമ്പൂതിരിമാരിൽ എത്ര ജാതിയുണ്ട്? അതുകൂടാതെ അന്തരാള ജാതികളുണ്ട്, അമ്പല ജാതികളുണ്ട്. ഇവരാരും പരസ്പരം കല്യാണം കഴിക്കുന്നവരല്ല, ഇവരാരും പരസ്പരം തൊട്ടുകൂട്ടുന്നവരല്ല. ആണോ? നമ്പൂതിരി പോയി പാണൻ്റെയോ അല്ലെങ്കിൽ മാരാരുടെയോ അല്ല വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കത്തില്ല. ഇന്നിപ്പം ചിലരൊക്കെ ചെയ്യാതിരിക്കും, എക്സെപ്ഷൻസ് ഉണ്ടാവാം. പക്ഷേ കേരളത്തിലെ നമ്പൂതിരിമാരെന്ന് പറയുന്നത് വ്യത്യസ്ത ഗോത്രത്തിൽപ്പെടുന്ന നമ്പൂതിരിമാരെന്ന രീതിയിൽ നമ്പൂതിരിമാരിൽ ഇനി നമ്പൂതിരിമാരെല്ലാവരും പൂജ ചെയ്യുമോ? ഇല്ല. നമ്പൂതിരിമാരിൽ പോറ്റിമാർ മാത്രമേ പൂജ ചെയ്യത്തുള്ളൂ. വേദം എല്ലാവരും വായിക്കുമോ? ഇല്ല. വേദജ്ഞന്മാരായിട്ടുള്ളവർക്ക് മാത്രമേ വേദം വായിക്കാൻ അവകാശമുള്ളൂ. എല്ലാ നമ്പൂതിരിയും വേദം വായിക്കത്തില്ല. എല്ലാ ബ്രാഹ്മണനും വേദം ചൊല്ലാൻ അവകാശമില്ല. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഏതോ ഏക ശിലാരൂപത്തിലുള്ള ഒരുപോലെയുള്ള ഒരു ഭാഗമാണെന്നല്ല. ബ്രാഹ്മണർ എന്ന് പറയുന്നത് 100 കണക്കിനായ ജാതികൾ ചേരുന്നതാണ് ബ്രാഹ്മണർ. എന്ന് മാത്രമല്ല, അവരിൽ ബ്രാഹ്മണൻ ക്ഷത്രിയ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവരിലുണ്ടാകുന്ന കുട്ടി ബ്രാഹ്മണനല്ല, ക്ഷത്രിയനുമല്ല. ബ്രാഹ്മണൻ ഈഴവ പെണ്ണിനെ കല്യാണമില്ലല്ലോ അന്നൊന്നും കഴിച്ച് അവരിലുണ്ടാകുന്ന കുട്ടിക്ക് ഈ ജാതിയല്ല. ഇതിൻ്റെ ഒരു ലിസ്റ്റ് എൻ്റെ ആ ജാതി വ്യവസ്ഥയുടെ രാഷ്ട്രീയ ഭൂമിക്ക് എന്ന പുസ്തകത്തിൽ ആമുഖമായിട്ട് എന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്രാഹ്മണന് ഇന്ന ജാതിയിൽപ്പെടുന്ന കുട്ടി ഇന്ന ജാതിയിലായിരിക്കും. നമ്മൾ A+B ഓൾസോ എന്ന് പറഞ്ഞ് പഠിച്ച പോലെ തന്നെയാണ് വളരെ കൃത്യമായി ഈ പുരാണങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ബ്രാഹ്മണർക്കിടയിൽ തന്നെ ഇത്രയേറെ ജാതി വ്യവസ്ഥകളും ഇത്രയേറെ അയിത്തവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി എന്ന് പറയുന്നതിനെ വളരെ കൃത്യമായി തള്ളിക്കളയുന്ന അല്ലെ അതിനെ തിരസ്കരിക്കുന്ന ഒന്നാണ് ബ്രാഹ്മണർക്കിടയിലെ ജാതി വ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ മാറിയാൽ ആരുടെയും ജാതി മാറുന്നില്ല എന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. തൊഴിലിൻ്റെ രൂപങ്ങൾ പഴയകാല തൊഴിൽ രൂപങ്ങളല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. വ്യാവസായിക വിപ്ലവം വന്നു. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഈ പറയുന്ന തൊഴിൽ മേഖലകൾ പൂർണ്ണമായും മാറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്ന പോലെ പഴയ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളല്ല ഇപ്പം തൂമ്പായ ഉണ്ടാക്കുന്നതോ അല്ല കട്ടിലുണ്ടാക്കുന്നതോ മേശ ഉണ്ടാക്കുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെ ജോലിയല്ല. ഇന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണെങ്കിലും ജാതി ഇവിടെ നിലനിൽക്കുന്നത്. അത് ഉൽപ്പാദനം അപ്പുറം നടക്കുന്നുണ്ട്. ജാതി വളരെ കൃത്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുകൊണ്ട് ശക്തിപ്പെടുന്നുണ്ടെന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. അപ്പം ജാതി തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രമാണമാണ്. അത് ആര് പ്രമാണിച്ചാലും അതിന് തെളിവുകളില്ല. അതേസമയം അർത്ഥനിർബന്ധിത ജോലികൾ, ഡെമി ആർജിക്കൽ ലേബർ എന്ന് പറയുന്ന ചില ജോലികൾ ഉപജാതി വിഭാഗങ്ങളെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ കമ്മാളർക്കിടയിലെ വിശ്വകർമ്മചരൻ, അവരിപ്പം വിശ്വബ്രാഹ്മണരെന്നൊക്കെ അവർ പറയുന്നത്, അവരും ബ്രാഹ്മണരാണെന്നാണ് പറയുന്നത്. അവർക്കിടയിൽ ഇപ്പം സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളുകൾ തട്ടാന്മാരെന്ന് ഞങ്ങളുടെ അവിടെ പറയും. അല്ലെ കല്ല് അല്ലെങ്കിൽ ഇരുമ്പ് പണി ചെയ്യുന്ന ആളുകൾ അവർ കൊല്ലന്മാരെന്ന് പറയും. മരപ്പണി ചെയ്യുന്നവരെ മരയാശാരിമാരെന്ന് പറയും. അതൊരു ഡെമി ആർജിക്കുന്ന അർത്ഥനിർബന്ധിത ജോലിയാണ്. ആ ജോലി ചെയ്യുന്ന ആളുകൾ അത് ഉപജാതിയാണ്, മേൽജാതിയല്ല. ഇവരെല്ലാം കൂടി വരുന്നത് വേറൊരു ജാതിയാണ്, അവരെല്ലാം കൂടെ വരുന്നത് വേറൊരു ജാതിയാണ്. അപ്പോൾ ഈ അർദ്ധനിർബന്ധിതമായ ജോലികൾ പലപ്പോഴും അങ്ങനെയാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ തകരാറ് പറയല്ല. ഇതുകൊണ്ടാണ് അംബേദ്കർ വളരെ കൃത്യമായി പറഞ്ഞത്, തൊഴിൽ വിഭജനമല്ല ജാതി, തൊഴിലാളികളുടെ വിഭജനമാണ് ജാതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തൊഴിൽ വിഭജനമാണ് ജാതി, ജാതി ഉണ്ടാകുന്ന ജാതിയുടെ വേർതിരിവ് വന്നത് തൊഴിൽ വിഭജനമാണ് എന്ന് അനായാസം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെയല്ല എന്നും അത് തൊഴിൽ വിഭജനമല്ല തൊഴിലാളികളുടെ വിഭജനമാണ് എന്നും വളരെ കൃത്യമായി അംബേദ്കർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇനിയും ഈ കാസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ രസകരമായൊരു കാര്യം അല്ലെ വളരെ ഗുരുതരമായൊരു കാര്യം, ഈ കാസ്റ്റിനൊരു ഹയറാർക്കിയുണ്ട്, മേലുകീഴ് വ്യവസ്ഥ. മുമ്പേ ഞാൻ പറയുകയുണ്ടായി, ഇപ്പോൾ ബ്രാഹ്മണനെ നമ്മൾ മുകളിൽ പ്രതിഷ്ഠിച്ചാൽ അതിന് തൊട്ട് താഴെ ക്ഷത്രിയനാണ് വർണ്ണവ്യവസ്ഥ അനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ നായരെ എടുത്തു കഴിഞ്ഞാൽ നായരുടെ ഒക്കെ കൂട്ടത്തിൽ തന്നെ 100 കണക്കിന് ജാതികളുണ്ട്. നായന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഏകദാനമായ നായരല്ല.
ആ നായർ വിഭാഗങ്ങളിലെ അല്ലെ ഈഴവ വിഭാഗങ്ങളിൽ ഓരോന്നിനെടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത് വളരെ കൃത്യമായും മുകളിലത്തെ വിഭാഗങ്ങൾ താഴത്തെ വിഭാഗങ്ങളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ ചവിട്ടുകയും അവർ അതിന് താഴെയുള്ള വിഭാഗങ്ങളെ ചവിട്ടുകയും ഈ ചവിട്ടുന്നതും ചവിട്ട് കൊള്ളുന്നതുമൊക്കെ വളരെ കൃത്യമായ ഒരടയാളമായി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സർവേ 2015 അമിത് തൊറാട്ടും ഓംകാർ ജോഷി നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജാതികൾക്കിടയിലെ അയിത്തത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ബ്രാഹ്മണരിൽ 52% പേർ അയിത്തം ആചരിക്കുന്നു, മറ്റു മുന്നോക്കർ 24%, പിന്നോക്കർ 33%, പട്ടികജാതിക്കാർ 15%, പട്ടികവർഗക്കാർ 22%. ഇതിൻ്റെ രസം നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ജാതി പരിവർത്തിക്കുന്നത് ബ്രാഹ്മണരുടെ ഇടയിൽ മാത്രമല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ പട്ടികജാതിക്കാരനെല്ലാം പ്രസംഗിക്കുമ്പോൾ ഇത് ബ്രാഹ്മണനുണ്ടാക്കി ഞങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തിയതാണ്, ഞങ്ങളെ അടിച്ചമർത്തിയതാണ് എന്നൊക്കെ പറയും. ജാതി എല്ലാ പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിലും ഉണ്ട്. ആദിവാസികൾക്കിടയിൽ അവർക്കിടയിൽ ജാതിയുണ്ട്, അയിത്തമുണ്ട്. അവർ ചില വിഭാഗങ്ങൾ മറ്റു ചില വിഭാഗങ്ങളെ അവരുടെ വീട്ടിൽ കയറ്റത്തില്ല, അവിടുന്ന് വെള്ളം കുടിക്കത്തില്ല, അവിടുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം ജാതി എന്ന് പറയുന്നത് മേലാളൻ കീഴാളിൻ്റെ മേൽ മാത്രം സന്നിവേശിപ്പിച്ച ഒന്നല്ല, മേലാളനെ പോലെ തന്നെ കീഴാളർക്കിടയിലും വളരെ കൃത്യമായ പദ്ധതികളായി ആസൂത്രിതമായി നടപ്പിലാക്കപ്പെട്ട ഒന്നാണ് ജാതി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ജാതിക്കെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് ജാതിയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം തന്നെ നടത്തേണ്ട ഒരു സമരമാണ്. ഇപ്പം നമ്മളെല്ലാം പറഞ്ഞു വരുമ്പോൾ വളരെ സ്വാഭാവികമായും പിന്നാക്കരുടെയോ അല്ലെങ്കിൽ അധസ്ഥരുടെയോ ആവേശമുണർത്താൻ വേണ്ടി അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി വളരെ കൃത്യമായി ഇങ്ങനെ ബ്രാഹ്മണൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമ്മളെ വില അടിച്ചേപ്പിച്ച ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മളും വളരെ കൃത്യമായിട്ട് ജാതി ആചരിക്കുന്നുണ്ട്. ഇപ്പം പുലിയരെ മാത്രം നോക്കുക. പുലിയരുടെ കൂട്ടത്തിൽ ഇല്ലം എന്നൊരു സമ്പ്രദായമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ അവിടെ ഇവിടെ എനിക്കറിയില്ല. ഇല്ലമെന്ന് പറഞ്ഞാൽ 4 ഇല്ലം ഉള്ളവരുണ്ട്, 8 ഇല്ലം ഉള്ളവരുണ്ട്. ആ വടക്കില്ലം കിഴക്കില്ലം പടിഞ്ഞാറില്ലം. ഈ വടക്കില്ലത്തിലെ ഒരു പെണ്ണിനെ കിഴക്കില്ലത്തെ ഒരു പുലിയൻ കല്യാണം കഴിക്കില്ല, പാടില്ല. അപ്പോൾ പിന്നെ എന്തോന്ന് ഇവർ ജാതിക്കെതിരെ എന്താ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞതാണ്, ജാതി ഇന്ത്യൻ മനസ്സിലെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ എല്ലാ കാലത്തും അന്തർലീനമായി പരിവർത്തിപ്പിക്കുന്ന ഒന്നും നിലനിൽക്കുന്ന ഒന്നുമാണ് എന്നതുകൊണ്ട് തന്നെ ഓരോ ജാതിയും വളരെ കൃത്യമായും താഴേക്ക് അടിച്ചമർത്തുമ്പോൾ തന്നെ തങ്ങൾക്കിടയിൽ മേലാള വർഗത്തിൻ്റെ കാല് തിരുമുന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് താഴെയുള്ളവരെ ചവിട്ടുകയും ചെയ്യുന്നു. പുലയന് പറയാനേ ഇഷ്ടമല്ല. പുലയൻ നമുക്കിത് വേറൊരു പുലയൻ പറയറുടെ വീട്ടിൽ പോയി വെള്ളം കുടിക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാ പറഞ്ഞ രീതികളിലും അവർ കൃത്യമായി ജാതി അനുഷ്ഠിക്കുന്നുണ്ട്, അയിത്തം അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമുക്ക് യുക്തിവാദികൾക്ക് പറയാൻ പറ്റും, മറ്റുള്ളവർക്ക് ഇത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അയിത്തം എല്ലാ മതത്തിലും ജാതിയുണ്ട്, അയിത്തമുണ്ട്. ഹിന്ദുക്കൾ 30% അയിത്തം ആചരിക്കുമ്പോൾ മുസ്ലിങ്ങൾ 18%, ക്രിസ്ത്യാനികൾ 5%, സിഖുകാർ 23%, ബുദ്ധമതക്കാർ 1%, ജൈനമതക്കാർ 35% അയിത്തം ആചരിക്കുന്നവരാണ്. അപ്പോൾ അയിത്തം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നാസ്തിക മതമെന്ന് വിചാരിക്കപ്പെട്ട ബുദ്ധമതക്കാരും ജൈനമതക്കാരും വരെ അയിത്തം ആചരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ ജാതി എവിടെ കിടക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ നമുക്ക് വേർപിരിക്കാനാവാത്ത ഒരു സാമൂഹിക ബോധം തന്നെയാണ് ജാതി എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ താരതമ്യേന ബുദ്ധമതക്കാരാണ് ഏറ്റവും കുറവ് അയിത്തം ആചരിക്കുന്നത്. ഹിന്ദുക്കൾ 30% ആചരിക്കുമ്പോൾ ജൈനമതക്കാർ 35% ജാതി അയിത്തം ആചരിക്കുന്നു എന്നുള്ളത് ദേശീയ പഠനത്തിൽ നിന്ന് കിട്ടിയ കണക്കാണ്. ഇതാണ് ജാതിയുടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ആ മേൽക്കീഴ് വ്യവസ്ഥ അന്നെന്ന പോലെ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നിലപാട് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം, ഈ ജാതിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, എന്താണ്? ഇടതുപക്ഷം വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെ വന്നിട്ടാണ് ജാതി ഇല്ലാതാക്കിയത്. ജാതി ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? കുഴിയിൽ ഇലയിട്ട് കഞ്ഞി കുടിക്കുന്ന വ്യവസ്ഥയെ മാറ്റിയെടുത്തത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പച്ച നുണയാണ്. യാതൊരു ചരിത്രപരമായ അടിത്തറയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടാകും 36-ലാണ്. 36 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. ജാതി ഒരു സാച്ചുറേഷനിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതിനകത്ത് യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷം എക്കാലവും അടവുപരമായൊരു നിലപാടാണ് ജാതിയോട് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും സത്യസന്ധമായൊരു നിലപാട് കമ്മ്യൂണിസ്റ്റുകൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യയിലല്ല കേരളത്തിലെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ജാതി പ്രശ്നം അത്ര രൂക്ഷമാകുമായിരുന്നില്ല.
കമ്മ്യൂണിസ്റ്റുകളെടുത്ത നിലപാട് ഞാനീ പറഞ്ഞതുപോലെ ജാതിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു പഠനം നടത്തിക്കൊണ്ട് ജാതിക്കെതിരായി പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് അവർ ഉന്നയിച്ചിട്ടില്ല. ജാതി നശീകരണം എന്നൊരു വാക്ക് ഇവരാരും ഉപയോഗിച്ചിട്ടില്ല. EMSൻ്റെ പുസ്തകമോ AKGയുടെ പുസ്തകമോ കേരള ചരിത്രം എഴുതിയിട്ടുള്ള ഇടതുപക്ഷക്കാരുടെ മുഴുവൻ പുസ്തകം വായിച്ചാൽ അവിടെയെങ്കിലും ജാതി വിരുദ്ധ സമരത്തെക്കുറിച്ചൊരു വാക്കില്ല. അയ്യങ്കാളിയെക്കുറിച്ചില്ല, അംബേദ്കറെക്കുറിച്ചില്ല, പെരിയോറെക്കുറിച്ചൊരു വാക്ക് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ ജാതി വിരുദ്ധ സമരത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അതിനു പകരം അവരുണ്ടാക്കിയൊരു സിദ്ധാന്തം, ആ സിദ്ധാന്തം ഇതാണ്: വർഗസമരം നടക്കുന്നതോടുകൂടി ജാതി വ്യവസ്ഥ ഇല്ലാതാകും എന്നാണ്. ഇത് വളരെ മണ്ടത്തരം പിടിച്ച ഒരു സിദ്ധാന്തമാണ്. EMSൻ്റെ സിദ്ധാന്തമാണിത്. വർഗസമരം യൂറോപ്യൻ കാഴ്ചപ്പാട് മുമ്പ് ഞാൻ പറഞ്ഞു. വർഗമെന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊളിറ്റിക്കൽ വ്യവസ്ഥയാണെങ്കിൽ ജാതി എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സോഷ്യൽ ആസ്പെക്റ്റ് ആണ് എന്നിരിക്കെ ഇത് രണ്ടിനെയും ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അവബോധമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ യാതൊരു തരത്തിലും പരിശോധിക്കാതെയും ഇന്ത്യയിലെ സാമൂഹികാവസ്ഥയെ പരിശോധിക്കാത്ത യാന്ത്രികമായി എടുത്ത ഒരു നിലപാടാണ് വർഗസമരം വരുമ്പോൾ ജാതി പോകും എന്ന് പറയുന്നത്. ഉൽപാദന ബന്ധങ്ങൾക്കിടയിലെ രാഷ്ട്രീയ വിഭജനമാണ് വർഗമെങ്കിൽ ജന്മനായുള്ള മേൽകീഴ് വ്യവസ്ഥയാണ് ജാതി. തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നൊരു കാര്യമല്ല. ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത രണ്ട് കാര്യങ്ങളെ പൊരുത്തപ്പെടുത്തിയെടുത്തുകൊണ്ട് അതൊന്ന് നശിക്കുമ്പോൾ മറ്റൊന്നില്ലാതെയാകുമെന്ന് പറയുന്നത് വളരെ ബോധപൂർവമായ അട്ടിമറിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വർഗസമരം നടന്നിട്ടുമില്ല, നടന്നാൽ തന്നെ ജാതി പോവില്ല എന്നുള്ളതിന് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. മറ്റൊന്നും, ജാതി കാർഷിക സമരം കൊണ്ട് ജാതി ഇല്ലാതാകും. അതും EMSൻ്റെ കണ്ടുപിടുത്തമാണ്. കർഷകരുടെ പ്രശ്നമാണോ ജാതിയുടെ പ്രശ്നം? കർഷകരെന്ന് പറയും. അപ്പം ഇതിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യം എന്താണെന്നറിയാമോ? കർത്തവനെല്ലാം കർഷക തൊഴിലാളിയാണ്. അവിടെ കർഷക പ്രശ്നം പരിഹരിക്കുമ്പോൾ കർത്തവൻ്റെ പ്രശ്നം തീരും. വളരെ സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ കർഷക മേഖലയിൽ കർഷക തൊഴിലാളി എന്ന് പറയുന്നത് പലരും പറയുന്നത് മാത്രമേ ഉള്ളൂ. സവർണരെല്ലാവരും കർഷക, ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും കാർഷിക വൃത്തിയിലൊക്കെ കടന്നു വന്ന നായരും നമ്പൂരി ആദ്യത്തെ കർഷകൻ കേരളത്തിൽ. ഈ കൃത്യമായ കൃഷി ആദ്യമായി കേരളത്തിൽ ആരംഭിക്കുന്ന നമ്പൂതിരിമാരാണ്. അപ്പം ആ നമ്പൂതിരിമാരെ ഈ പറയുന്ന കാർഷിക തൊഴിലാളികളെ കൊടുത്തിപ്പെടുത്തു അവർ. അപ്പം കാർഷിക സമരത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല, ഇത് വളരെ ബോധപൂർവം ചെയ്തൊരു കാര്യം. കർഷക തൊഴിലാളിയുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു ജനവിഭാഗത്തെ നിലനിർത്താനും ആ ജനവിഭാഗത്തെ ഒരു വോട്ട് ബാങ്കാക്കി നിലനിർത്താനുള്ള വളരെ കുൽസിതമായ ഒരു രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് ഇത്തരം അവസ്ഥ ഉണ്ടായത്. കർഷക തൊഴിലാളിയുടെ സമരം അവകാശം, കർഷക തൊഴിലാളിക്ക് കൂലി കൂട്ടിയത് കൊണ്ട് ജാതി ഇല്ലാതാവുമോ? കർഷക തൊഴിലാളിക്കെല്ലാം വില വെച്ച് കൊടുത്തോണ്ട് ജാതി ഇല്ലാതാവുമോ? ഇതൊന്നുമല്ല. ഇത് വളരെ ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഒരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ജാതി നശീകരണം, ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ജാതി വിരുദ്ധതയെന്നും ജാതി നശീകരണം എന്ന് പറയുന്ന ഒരു വാക്കല്ല, ഒരു പ്രക്രിയയല്ല. നമുക്കാർക്കും ജാതി വിരുദ്ധന്മാരാകാം, ഒരു പ്രശ്നവുമില്ല. എനിക്ക് ജാതിയില്ല എന്ന് എനിക്ക് പ്രഖ്യാപിക്കാം, ജാതിയെന്ന് എനിക്ക് ജാതിയില്ലാതെ നോക്കാതെ കല്യാണം കഴിക്കാം. പക്ഷേ ജാതി നശിപ്പിക്കുക എന്ന് പറയുന്നത് വേറൊരു പ്രക്രിയയാണ്. അത് വലിയ ദീർഘകാലം ബാക്കിയുള്ളൊരു പരിപാടിയാണ്. ജാതി വിരുദ്ധത എന്ന് പറയുന്നത് സംസാരിക്കാൻ കൊള്ളാത്തൊരു കാര്യമാണെങ്കിൽ ജാതി നശീകരണം എന്ന് പറയുന്നത് ദീർഘകാല സമരം വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അനിഹിലേഷൻ ഓഫ് കാസ്റ്റാണ്. ജാതി നശീകരണം അല്ല, ജാതി ഉന്മൂലനം. അംബേദ്കറൈറ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പോലും വായിക്കാത്തൊരു പുസ്തകമാണത്. പക്ഷെ അവർ അംബേദ്കറെക്കുറിച്ച് വാദോരാതെ സംസാരിക്കും. അംബേദ്കർ മാത്രമാണ് ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കമ്പോട് കമ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നം ജാതിയാണ് എന്നും അതുകൊണ്ട് ജാതി ഉന്മൂലനം ചെയ്തുകൊണ്ടല്ലാതെ ഇന്ത്യയിൽ ജനാധിപത്യം എന്നൊരു സാധനം നിലനിൽക്കില്ല എന്നും, തുല്യത എന്ന വാക്ക് ഇന്ത്യക്ക് പരിചിതമല്ലാതായിപ്പോയത്, ഇന്ത്യയിൽ ഇന്നും നമുക്ക് എടുത്തു പറയാവുന്നൊരു വാക്കല്ല ഇക്വാളിറ്റി. നമ്മുടെ ഭരണഘടനയിലുണ്ടെങ്കിൽ പോലും ഇക്വാളിറ്റി എന്നൊരു സങ്കല്പം നമ്മുടെ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പുലിയനോടോ പറയനോടോ ഒരു ആദിവാസിയോടോ അവനെ നമ്മുടെ കൂടെ വിളിച്ചിരുത്തി അവന് ഭക്ഷണം കൊടുക്കാനുള്ള ആ ഒരു ഇക്വാളിറ്റി സെൻസ് നിങ്ങളിൽ എത്ര പേർക്കുണ്ടാവും? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ ഈ സമത്വം എന്നൊക്കെ പ്രസംഗിക്കാവുന്നല്ലാതെ, സാഹോദര്യം എന്ന് പ്രസംഗിക്കാവുന്നല്ലാതെ, ഈ സമത്വ സാഹോദര്യ ബോധം എന്ന് പറയുന്നത്
ഇന്ത്യൻ മനസ്സിലേക്ക് വരാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജാതിയാണ്, മതമൊന്നുമല്ല. നമ്മൾ മതക്കാരുമായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് ലോഹ്യമാകും. ക്രിസ്ത്യാനി മുസ്ലിം കൂടെ അത് പ്രത്യേകിച്ച് തങ്ങൾക്കെതിരായിട്ടൊരു കാര്യം വരുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സംഘപരിവാറിൻ്റെ കൂട്ടത്തിൽ കത്തോലിക്ക സഭ ചേർന്നില്ലേ, വളരെ പെട്ടെന്ന് അവർ ഒരേ വേദിയിലെത്തി ഒരുമിച്ച് അവരിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഒരിക്കലും ഒരു ജാതിബോധം നിലനിൽക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കില്ല എന്ന് സിദ്ധാന്തിച്ചത് അംബേദ്കർ. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യം തുല്യതയുടെ അടിസ്ഥാന സിദ്ധാന്തമാണ് എങ്കിൽ, തുല്യ എന്ന് പറഞ്ഞാൽ തുല്യ മൂല്യം, തുല്യ വ്യക്തികളല്ല, തുല്യ മൂല്യത്തിൻ്റെ അടിത്തറയിലുള്ള കാര്യമാണ് എങ്കിൽ ജാതി നിലനിൽക്കുന്നതിനോളം അങ്ങനെ ഒരു തുല്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുന്നുവോ അന്ന് ജാതി ഇല്ലാതാകത്തുള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ജാതിയുടെ നേരിട്ട് ബന്ധം ഭൂമിയുമായിട്ടാണ്, ഭൂമിയുമായിട്ടാണ് നേരിട്ട് ബന്ധം, ഉദ്യോഗവുമായിട്ടാണ് നേരിട്ട് ബന്ധം. ഇന്ത്യയിലെ നിലവിലെ അവസ്ഥകൾ ആലോചിക്കണം. ഇന്ത്യയുടെ ഭൂമിയുടെ മുമ്പേ പറഞ്ഞു, ബ്രാഹ്മണരും അതുപോലെ തന്നെ ഇതര വിഭാഗങ്ങളും തമ്മിലുള്ള കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത്. കേരളത്തിൽ 24.87% ഭൂമി അവരുടെ കയ്യിലാണ്. സവർണ ക്രിസ്ത്യാനികളും ഇതര പിന്നോക്കരുടെയും കയ്യിൽ 32.90 ഭൂമിയുണ്ട്. മുസ്ലിങ്ങളുടെ 4.68, ദലിതരുടെ കയ്യിൽ 3.8, ദലിത് ക്രിസ്ത്യാനിയുടെ കയ്യിൽ 9.78 ഭൂമി. ഈ 2025 കണക്കാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു ഭൂവ്യവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജാതിക്കെതിരെ ജാതിയുടെ ഭൂമി പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുക? ലൈഫ് മിഷൻ്റെ പേരിൽ വീട് വെച്ച് കൊടുത്തോണ്ടൊന്നും പ്രശ്നം തീരില്ല. 26,000 ദലിത് കോളനികളുണ്ട് കേരളത്തിൽ. എന്തിനാ അവരെ കോളനി കൊണ്ടിട്ട്? ഇപ്പം കോളനി എന്ന് പറയാൻ പാടില്ല, ഉന്നതി എന്ന് പറയണം. 26,000 ദലിത് കോളനികൾ, 1400 ആദിവാസി കോളനികൾ കേരളത്തിൽ നിലനിർത്തിയത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി, മനസ്സിലാവുന്നൊരു കാര്യമാണ്. എന്തേ ഇവർ ഏതെങ്കിലും മലയുടെ മൂട്ടിക്കൊണ്ടിടാൻ ആർക്കത്ര നിർബന്ധം? കേരളത്തെ ഭൂമിയിലാഞ്ഞിട്ടാണ് ഇവർക്ക് ഭൂമി കൊടുക്കാത്തത്. ടാറ്റായ്ക്കും ബിർളായ്ക്കും അദാനിക്കും അംബാനിക്കും കോടികൾ കൊടുക്കാൻ അവർക്ക് ഒരു ഭൂമിക്ക് നഷ്ടമില്ല. അപ്പം വളരെ കൃത്യമായും ഈ 26,000 ദലിത് കോളനികൾ നിലനിൽക്കുന്നതിനുള്ള കാലം ഈ 1400 ദലിത് അല്ലെങ്കിൽ പട്ടികവർഗ കോളനികളും ഇന്ത്യയിലെ തോട്ട മേഖലയിലെയും തീരദേശ മേഖലയിലെയും പിന്നോക്ക ജനവിഭാഗങ്ങൾ പട്ടികളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജാതിക്കെതിരെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ജാതി വ്യവസ്ഥയൊന്നും പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. കാരണം വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കോളനി നിലനിർത്തിയിരിക്കുന്നത്. ഇത് വോട്ട് ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജാതി നശീകരണം എന്ന് പറയുന്നത് അനായാസമായിട്ടുള്ളൊരു സാമൂഹിക രാഷ്ട്രീയ പ്രക്രിയയല്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും തുല്യമായി ഭൂമി വിതരണം ചെയ്യുന്നൊരവസ്ഥയിൽ, എല്ലാവർക്കും മാന്യമായ തൊഴിൽ കിട്ടുന്ന ഒരവസ്ഥയിൽ ജാതി പോകും. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ദലിതരുടെ വീട്ടിലെ അല്ലെങ്കിൽ ജാതീയമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ വീടുകളിൽ അവന് സാമൂഹിക അന്തസ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടെങ്കിൽ അവന് ഭൂമി കിട്ടിയതുകൊണ്ടും അവരുടെ വീട്ടിൽ ആരെങ്കിലും സർക്കാർ ജോലി ഉള്ളത് കൊണ്ടുമാണ്. അല്ലാത്തവൻ്റെയൊക്കെ ഗതി ഇപ്പോഴും പരഗതി തന്നെയാണ്. സാമൂഹിക അന്തസ്സിലേക്ക്, ആ സാമൂഹിക അന്തസ്സിൽ ജന്മിത്ത വ്യവസ്ഥയുമായിട്ട് ഇന്നത്തെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് എന്താ വ്യത്യാസമുള്ളത്? വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ എന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. പാർട്ടികളിൽ തൊഴിലാളി വർഗത്തിന് ഏത് പാർട്ടിയിലാണ് തൊഴിലാളി നേതാവായിട്ടുള്ളത്? പോളിറ്റ് ബ്യൂറോയിൽ എത്ര തൊഴിലാളിയുണ്ട്? പോളിറ്റ് ബ്യൂറോയിൽ എത്ര പട്ടികജാതിക്കാരനുണ്ട്? നാഷണൽ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ജനതാദളിലെ ഏത് പാർട്ടി എടുത്ത് നോക്കിയുള്ളൂ, ഏത് പാർട്ടിയും സംസാരിക്കുന്ന പട്ടികജാതിക്കാരനെ കുറിച്ച്, അവൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും. പക്ഷേ അവൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. അവൻ്റെ വർഗബോധം സവർണൻ്റെ വർഗബോധമാണ്. ആ വർഗബോധം അവന് ജാതിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ ജാതി നശീകരണം എന്നൊരു വാക്ക് അവൻ്റെ അജണ്ടയിലില്ല. നിങ്ങൾക്കറിയാമോ, ഒരു 25 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി പരിപാടിയിൽ ജാതി വിരുദ്ധത എന്നൊരു വാക്കുണ്ടായിരുന്നു, ഒരു കണ്ണി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാർട്ടി പരിപാടി എടുത്ത് നോക്കിയോ, ആ കണ്ണി അവരെടുത്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ജാതി ഇപ്പോൾ അവർക്കൊരു പ്രശ്നമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാമൂഹ്യ അന്തസ്സും തൊഴിലും നമുക്കിപ്പോൾ സംവരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മുമ്പേ ഞാൻ പറഞ്ഞ സർക്കാർ മേഖലയിൽ കുറേയെങ്കിലും ആളുകൾ, എൻ്റെ കണക്കിന് ഞാൻ പറയുന്നില്ല, കുറച്ചെങ്കിലും ആളുകൾ ജോലി കിട്ടിയത് സംവരണം എന്നൊരു വ്യവസ്ഥ, ഒരു ഭരണഘടനാ വ്യവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ അതിനെതിരാണ് ഇപ്പോൾ എല്ലാ ആളുകളും സംവരണം എടുത്തു കളയണം, ജാതി നിലനിൽക്കുന്ന സംവരണം കൊണ്ടാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അത് അജ്ഞത കൊണ്ട് പറയുന്നതാണ്. അംബേദ്കർ വളരെ കൃത്യമായി ജാതി നശീകരണത്തെക്കുറിച്ച് കുറേയേറെ പദ്ധതികൾ പറയുന്നുണ്ട്. ആ പദ്ധതികളിൽ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത്, ജാതി നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നിരന്തരമായി അദ്ദേഹം പറയുന്നത്, 1, അധസ്ഥിതർ ഹിന്ദുക്കളല്ലെന്ന് പ്രഖ്യാപിക്കണം, സവർണ ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കണം,
ബ്രാഹ്മണ സൃഷ്ടികളായ ദേവന്മാരെ ആരാധിക്കരുത്. കെട്ടുകഥകളായ പുരാണങ്ങളും ബ്രാഹ്മണ നിർമ്മിതികൾ അവയുടെ ആധികാരികത തള്ളിക്കളയണം. സവർണ സംസ്കാരത്തിൻ്റെ യാതൊരു അംശവും ദളിത് ജീവിതത്തിൽ പ്രതിഫലിക്കരുത്. യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുകയും അവരോട് സഹകരിക്കുകയും വേണം. നമ്മുടെ പൈതൃകം മഹത്വപൂർണ്ണമായിരുന്നുവെന്നും പഴയകാല നേട്ടങ്ങൾ മഹത്തായിരുന്നുള്ള പൊള്ള വർത്തമാനം പറയരുത്. ഇങ്ങനെ ഒരു 10-15 ഐറ്റങ്ങൾ അംബേദ്കർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാതി സംജ്ഞകൾ ഇല്ലാതാക്കുക, ഉപജാതി പ്രശ്നം പരിഹരിക്കുക, മിശ്ര ഭോജനം വ്യാപകമാക്കുക, മിശ്ര വിവാഹം നടപ്പിലാക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ ജാതി നശീകരണത്തിൻ്റെ പദ്ധതികളായി അംബേദ്കറെ പോലുള്ളവർ ഉന്നയിക്കാറുണ്ട്. അത് കൃത്യമായി എന്ന് നടപ്പാകും, എങ്ങനെ നടപ്പാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വാക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജാതി എന്നത് അനുഭവിച്ചിട്ടുള്ളവർ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ജാതി. ജാതി അനുഭവിക്കാത്തവന് ജാതിയെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. അയിത്തം അനുഭവിക്കാത്തവന്, അടിമത്തം അനുഭവിക്കാത്തവന്, സാമൂഹ്യ ബഹിഷ്കരണം അനുഭവിക്കാത്തവന്, മാറ്റി നിർത്തപ്പെട്ടവന്, ജീവിതത്തിൽ അത് അനുഭവിച്ചവന് മാത്രമേ ജാതി എന്താണെന്ന് മനസ്സിലാവൂ. അത് അനുഭവിക്കാത്ത ആളുകളാണ് അതിനെ വളരെ ലഘുത്വത്തോടുകൂടി ലാഘവത്വത്തോടുകൂടി സമീപിക്കുന്നതും. ജാതി ഒരു നിസ്സാര പ്രശ്നമാണ്, നമ്മുടെയൊക്കെ മനസ്സ് മാറിയാൽ തീരുന്ന ഒരു പ്രശ്നമാണ് ജാതി എന്ന് പറയുന്നത് അത്തരക്കാരാണ്. നന്ദി. ചെറിയ ചോദ്യങ്ങൾ ആകാമല്ലോ സാർ. ജാതി എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നത് ഹിന്ദു മതത്തിനെ പറ്റി മാത്രമാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിലും ജാതിയുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും കടുത്ത ജാതിയുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലും ജാതിയുണ്ട്. ഇപ്പോൾ ഈ ജാതി ബേസ്ഡ് റിസർവേഷൻ അത് ഇപ്പോൾ ഗവൺമെൻറ് രേഖകളിൽ നിന്ന് മാറുന്നതോടുകൂടി ജാതി ഇല്ലാണ്ടാകുന്നു വാദിക്കുന്നവരുണ്ട്. ഇപ്പോൾ അടുത്ത തലമുറ ഓക്കെ ഞാൻ നായരാണ്, ഞാൻ നമ്പൂതിരിയാണ്, ഞാൻ നായനാരാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തങ്ങളാണെന്ന് പറഞ്ഞിട്ട് പേരിൻ്റെ കൂടെ ചേർക്കുന്നവർ ഇല്ലാണ്ടാകുന്നതോടുകൂടി ഈ ജാതി ഇല്ലാണ്ടാകുള്ളൂ. അപ്പോൾ ഈ ജാതി ബേസ്ഡ് റിസർവേഷൻ വേണമെന്ന് ആഗ്രഹിക്കുകയും ജാതി ഇല്ലാണ്ടാവും ജാതി ഇല്ലാണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ഇരട്ടത്താപ്പല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും ജാതിയുണ്ട്. ഇന്ത്യയിലെ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും. എൻ്റെ പുസ്തകത്തിനകത്ത് എൻ്റെ ജാതി ബേസ്ഡായിട്ടുള്ള 3ാമത്തെ പുസ്തകമാണ് ജാതി യോജിക്കുന്ന കേരളം. ഇതിനകത്ത് കുറേ കണക്കുണ്ട്. ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും ഇന്ത്യ ജാതിയുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം ജാതിയുണ്ട്. അതിൽ തന്നെ ഹീനജാതികളും അല്ലാത്ത ജാതികളും സവർണ ജാതികളും ഒക്കെ ഉണ്ട്. അത് പ്രാദേശികമായിട്ടുണ്ട്. നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ജാതികളല്ല കേരളത്തിലുള്ള മുസ്ലിം ജാതികൾ. ആ ജാതികളുടെ പേരും ലിസ്റ്റും ഒക്കെ ഞാനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്. മറ്റൊന്ന്, റിസർവേഷൻ ഇല്ലാതാകുന്നതുകൊണ്ട് ജാതി ഇല്ലാതാകുമെന്ന ചോദ്യം. ആ ചോദ്യം തിരിച്ചിട്ടേ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. എന്താണ്? ജാതി ഉള്ളത് കൊണ്ടാണ് റിസർവേഷൻ വേണ്ടി വരുന്നത്. അപ്പം റിസർവേഷൻ ഇല്ലാതാക്കണം എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യണം? ജാതി ഇല്ലാതാക്കണം. നടക്കുമോ? സംവരണം എന്ന് പറയുന്നത് അത് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ് സംവരണം. ഞാൻ അതുകൊണ്ടാണ് മനഃപൂർവ്വ വിഷയത്തിൽ സംവരണം എന്ന് വാക്ക് ഉപയോഗിക്കാഞ്ഞത്. സംവരണം എന്ന് പറയുന്നത് ജാതിയുടെ പേരിൽ കൊടുക്കുന്ന ഒരു ആനുകൂല്യമോ ഒരു തൊഴിൽദാന പദ്ധതിയോ അല്ല. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ അവകാശമാണ് സംവരണം. അത് ജാതിയുടെ പേരിലല്ല കൊടുക്കുന്നത്. നല്ല ധാരണ എങ്ങനെയാണ്? ഷെഡ്യൂൾഡ് ലിസ്റ്റ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ആ ഷെഡ്യൂൾഡ് ലിസ്റ്റിന് ഷെഡ്യൂൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞ വാക്കിനകത്ത് പട്ടികയാണ്. ഇന്ത്യയിലെ ഇന്ന പട്ടികയിൽപ്പെടുന്ന ആളുകൾക്ക് ഇത്ര ശതമാനം സംവരണം കൊടുത്തിരിക്കണം. ആ കൊടുത്തിരിക്കുന്നതിന് ഒരു അടിസ്ഥാന മാനദണ്ഡമുണ്ട്. അതാണ് നമ്മുടെ ആൾക്ക് മനസ്സിലാവാത്തത്. പട്ടികജാതിക്കാരന് സംവരണം കൊടുക്കുന്നതിൻ്റെ കാരണം അയിത്തമാണ്. പട്ടികവർഗക്കാരന് സംവരണം കൊടുക്കുന്നതിൻ്റെ കാരണം സെക്ലൂഷൻ, ഒറ്റപ്പെടലാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിൻ്റെ കാരണം അവരുടെ പിന്നാക്കാവസ്ഥയാണ്. സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസവും ഒരേ പിന്നാക്കാവസ്ഥയാണ്. ഈ 3 മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നത്. അല്ലാതെ ഈ ജാതിയുടെ പേരിൽ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. ഈ ഔദാര്യം ഇന്ത്യയിലെ എല്ലാ ഒരുമാതിരിപ്പെട്ട സിഖ് വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട്, പാഴ്സികൾക്ക് സംവരണമുണ്ട്. അപ്പോൾ സംവരണത്തിൻ്റെ ഒരു ലിസ്റ്റ് വളരെ കൃത്യമായി ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സംവരണം ഏതായാലും പേര് കൊടുക്കുന്ന ഒരു ഔദാര്യമോ തൊഴിൽദാന പദ്ധതിയോ അല്ല. സംവരണം നിലനിൽക്കുന്നത് ജാതി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സംവരണം ഇല്ലാതാക്കാൻ ജാതി ഇല്ലാതാക്കുക. ജാതി ഇല്ല പിന്നെ ഇപ്പോൾ സംവരണത്തിന് പ്രശ്നം വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്ക്. അതിൻ്റെ വിശദാംശമായ കണക്കുകളിലേക്ക് വരാനുള്ള സമയം നമുക്ക് തൽക്കാലം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സംവരണത്തെ എന്തുകൊണ്ടാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത്? സംവരണത്തെ പിന്തുണയ്ക്കുന്നത് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ജാതി നിലനിൽക്കുന്നത്. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ, തൊഴിലിന് പോകുമ്പോൾ നിൻ്റെ ജാതി എന്താണ്, അല്ലെങ്കിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തന്നെ കുട്ടിക്ക് പോലും അറിയില്ല ഞാൻ ഏത് ജാതിയാണ്. അപ്പം തന്നെ ചോദിക്കുമ്പോൾ തന്നെ അവിടെ ജാതി അവിടെ തന്നെ ജനിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ജാതി നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത്? ആരാ ജാതി ചോദിക്കുന്നത്? സർക്കാർ തന്നെയാണ്. സർക്കാരല്ലേ ചോദിക്കുന്നത്, നമ്മളാ ജാതി ചോദിക്കുന്നത്.
സർക്കാരാണോ ജാതി ചോദിക്കുന്നത്? ഇപ്പം നമ്മുടെ പിള്ളേരോട് ജാതി ചോദിക്കുന്നത്, എൻ്റെ കുട്ടികളോട് ജാതി ചോദിക്കുന്ന പ്രശ്നമില്ല, കാരണം അവർക്ക് ജാതിയില്ല. ജാതി ചോദിക്കുന്നത് സർക്കാരല്ല, ജാതി ചോദിക്കുന്നത് നമ്മുടെ സമൂഹമാണ്. നീ ഇന്ന ജാതിയിൽ പെട്ടവനാണ്, അല്ലെ നീ ഇന്ന ജാതിക്കാരനായതുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല, എൻ്റെ പുരയ്ക്ക്. നമ്മൾ പറയുന്നത് ജനാധിപത്യപരമായൊരു അവകാശത്തിൻ്റെ പ്രശ്നത്തിൽ മാത്രമല്ല, നമ്മൾ ഈ ജാതി ഇങ്ങനെ ചോദിക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബിന്ദു എന്ന് പറയുന്ന ഒരു പെണ്ണ് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അർദ്ധരാത്രി അവരുടെ വീട്ടിൽ കയറി പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോരുന്നത് ഏതൊരു അവസ്ഥയിലാണ്? ഇതിൻ്റെ ഏത് നിയമം അനുസരിച്ചാണ്? അതേസമയം ഇതുവരെ അവൾക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ ഫോട്ടോയോ ആ സ്ത്രീയെ സംബന്ധിച്ച് യാതൊരു വിവരവും നമ്മുടെ മുന്നിലില്ല. നിതിൻ രാജിനെ കൊലയ്ക്ക് കൊടുത്ത റാം 3-4 മാസമായിട്ട് ഇപ്പോഴും അയാൾ ഒളിവിലാണ്. ഏത് പ്രിവിലേജാണ് അവിടെ? ഏത് നിയമമാണ് വർക്ക് ചെയ്യുന്നത്? ഏത് പോലീസ് നിയമമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? ഏത് ഭരണഘടനാ നിയമം അനുസരിച്ചാണ് നിതിൻ രാജിൻ്റെ കൊലയാളി അറസ്റ്റ് ചെയ്യാത്തത്? ഇത് നമ്മൾ ഓരോ വ്യവസ്ഥയിലും ചോദിച്ചോളുക. അപ്പം ജാതി ചോദിക്കുന്നത് നിതിൻ രാജല്ല, ജാതി ചോദിക്കുന്നത് ശ്രീജയല്ല, ജാതി ചോദിക്കുന്നത് അട്ടപ്പാടിയിലെ മധുവല്ല, ജാതി പറയുന്നത് പൊതുസമൂഹമാണ്, രാഷ്ട്രീയക്കാരാണ് പറയുന്നത്, അല്ല രാഷ്ട്രീയ വ്യവസ്ഥയാണ് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എനിക്ക് ജാതിയില്ല എന്ന് പറയുന്നതുകൊണ്ട് മാത്രം എൻ്റെ ജാതി ഇല്ലാതാവുന്നില്ല, സമൂഹത്തിൽ ജാതി ഇല്ലാതാവുന്നില്ല. ഇപ്പം മിശ്ര വിവാഹം നടത്തിയതുകൊണ്ട് മാത്രം ആരും ജാതി ഇല്ലാതാവില്ല. അങ്ങനെ അല്ലാത്തൊരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ജാതിരഹിതരാകുന്നുള്ളൂ. അല്ലാത്തോളം കാലം നമ്മൾ ജാതിയിൽ തന്നെ നിൽക്കുന്നത്. നമ്മുടെ ജാതി സമൂഹം തന്നെയാണ് നമ്മുടേത്. സമൂഹം ജാതിവൽകൃതമായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ജാതി നിലനിൽക്കുന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട.